നോക്കൂ നിങ്ങൾ, ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മുടി ചെറുതായി വെട്ടി ആണുങ്ങളെപ്പോലെ സ്റ്റൈലാക്കി നടക്കുന്നവരുണ്ട്. അല്ലതീ തതശബ്ബഹു ബിർരിജാൽ. സഹോദരിമാര് ശ്രദ്ധിച്ചോ, വിഷയം ഗൗരവമുള്ളതാണെന്ന് ഓർക്കുക, വളരെ ഗൗരവമുള്ളതാണ്. പെണ്ണിന്റെ കോലത്തിൽ നടന്നാൽ മതി. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദിൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒക്കെ നമ്മുടെ ചർച്ചയിൽ വരാൻ പോകുന്നതാണല്ലോ. ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും പൊരുത്തപ്പെടണമെന്നാണ് ആയത്തിന്റെ അർത്ഥം. നിങ്ങളിൽ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കി എന്നതുകൊണ്ട് പരസ്പരം ഒരുത്തൻ മറ്റൊരുത്തനാകാൻ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ, ആണ് പെണ്ണാകാനും തോന്നരുത്, പെണ്ണിന് ആണാകാനും തോന്നരുത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏതു ലിംഗാണോ അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നത് അത് പൊരുത്തപ്പെട്ട് സ്വീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അതാണ് മനുഷ്യന്റെ ബാധ്യത. ശരിയാണ്, ആണ് പെണ്ണാകാൻ മോഹിക്കുക എന്നുള്ളത്, പെണ്ണാണാകാൻ ചിലപ്പോഴൊക്കെ മോഹിച്ചേക്കാം, പക്ഷെ ആണ് പെണ്ണാകാൻ എവിടെയെങ്കിലും മോഹിക്കോ? ഖുർആൻ അവിടെ പറഞ്ഞു വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആണിനെ പെണ്ണിനേക്കാൾ ശ്രേഷ്ഠാക്കി, അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളാകാൻ ആഗ്രഹിക്കരുത് എന്ന് മാത്രമല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്, പക്ഷേ അതിനേക്കാൾ ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചവരുണ്ട്. ഈ പറഞ്ഞത് ഒരു അവ്യക്തമായ പ്രയോഗമാണ്. നിങ്ങളിൽ ചിലരെക്കാൾ, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയൊന്നും പറയണ്ടല്ലോ, ലിമാ ഫളലല്ലാഹു റിജാല അല നിസാ എന്ന് ഭംഗിയായി പറയാമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരെക്കാൾ എന്ന് പറയുമ്പോൾ ആണിന് പെണ്ണിലില്ലാത്ത പവറുണ്ട്, പെണ്ണിന് ആണിലില്ലാത്ത പവറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും. ആണും പെണ്ണും ഒരേ തുല്യ പവറാണ് എന്ന് പറഞ്ഞാൽ, ആണിന് മഹത്വമുള്ള കുറെ സ്ഥലമുണ്ട്, അത് ആണിന് തന്നെയാ. പെണ്ണിന് മഹത്വമുള്ള കുറെ സ്ഥലമുണ്ട്, അവിടെ ആണ് ചെന്ന് കാലിട്ട് കീറിയിട്ട് കാര്യമെല്ലാം കിട്ടൂല. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ ഭാഗം നമ്മളെ എങ്ങനെ പറയിപ്പിച്ചാലും പറയൂല അല്ലാഹുവിന്റെ റസൂല്, ഖുർആനും പറയില്ല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അവിടെ വെച്ച് ഭംഗിയായി ചർച്ച ചെയ്യും. അങ്ങനെ ഒരു രൂപം ജീവിതത്തിൽ വരുമോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. പെണ്ണാണാകാൻ പലപ്പോഴും മോഹിച്ചേക്കാം, ആണ് പെണ്ണാകാൻ അതുണ്ട്. ഈ ആനുകൂല്യം കിട്ടുന്നതനുസരിച്ചാണ് അങ്ങനെയൊക്കെ തോന്നല്. ആനുകൂല്യം കിട്ടുമ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നുക. അപ്പൊ പെണ്ണിന് കഷ്ടപ്പാട് പലതും ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് പെണ്ണിന് തോന്നിയേക്കാം, എന്ത്, ഞാൻ ആണായിരുന്നെങ്കിൽ, എനിക്ക് മൂപ്പരായിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷമൊന്നും ഇല്ലായിരുന്നു, സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. ഇത് പെണ്ണിന് തോന്നുന്നത് തന്നെയാ. പക്ഷെ പെണ്ണ് പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് 40 ദിവസം മര്യാദക്ക് കാലും കൂട്ടി നീട്ടി ഇങ്ങനെ തിന്നണത് കാണുമ്പോ നമുക്കും തോന്നൂലേ ഇത് കുഴപ്പമില്ല. അതന്നെ ഇപ്പൊ ഈ പറയുന്നത്. ഓരോ വിഷയത്തിനനുസരിച്ചാണ്. ഓരോ ഘട്ടങ്ങളിൽ ആനുകൂല്യം കിട്ടുന്നത് കാണുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ എല്ലാവർക്കും അവരുടേതായ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. മക്കളെ പോറ്റാൻ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെ വകവെച്ചു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഞാനതൊക്കെ പറയും. നമുക്ക് ഇൻഷാ അല്ലാഹ് സംഭവങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുകയും വേണം. അവിടെയൊക്കെ നല്ല ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന സംഭവങ്ങൾ ഹദീസിൽ നിന്ന് എടുക്കാൻ കഴിയും. അതൊക്കെ എടുത്ത് ആ സംഭവങ്ങളും ചരിത്ര പക്ഷാന്തരങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് അതിനെ ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാർ, കുടുംബബന്ധം വഷളാകുന്നതിലെ കാരണക്കാരൊക്കെയാണോ ആ ഘടകങ്ങളെ മുഴുവനും അള്ളാഹു നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി മൊത്തം കുടുംബബന്ധം മുറിക്കുന്നതിനെ വളരെ ഗൗരവത്തോടെയാണ് ഇസ്ലാം കണ്ടത്. മൊത്തം കുടുംബബന്ധം തകർക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. അല്ലാഹു തആല ചോദിക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക. സൂറത്ത് 47-ാം വചനത്തില്, അഥവാ സൂറത്ത് മുഹമ്മദിലെ 22-ാം വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത് കാണാം. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് فأصمهم وأعمى أبصارهم أفلا يتدبرون القرآن أم على قلوب أقفالها. ഈ ഒരൊറ്റ ആയത്ത് മതിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് മുഴുവൻ സംസാരിക്കാൻ നമുക്ക്. അത്രയും ഭംഗിയുള്ള ഒരു ആയത്താണ് ഇപ്പൊ ഓതി വെച്ചത്. എന്താ പറഞ്ഞത്? ഫഹൽ അസൈതും, നിങ്ങളായേക്കാം, നിങ്ങളാകുമോ, ഇൻ തവല്ലൈതും, നിങ്ങൾക്ക് സ്വാധീനം ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്വാധീനം ഉണ്ടാകുമ്പോൾ നിങ്ങളാകുമോ, തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സാധുക്കളെ തച്ചമർത്തി അടിച്ചമർത്തി ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുമോ, വതുഖത്തിഉ അർഹാമകും, നിങ്ങൾ കുടുംബബന്ധങ്ങൾ മുറിച്ചേക്കാം. എങ്കിൽ ഇവരാരാണെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ നിങ്ങൾ ചെയ്യോ എനിക്കറിയില്ല. ചെയ്താൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്,
ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. അവരെ അല്ലാഹ് ശപിച്ച കൂട്ടരാൻ ആര്? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, കുടുംബ ബന്ധങ്ങൾ തല്ലിത്തകർത്തവർ, കുടുംബ ബന്ധങ്ങളുടെ കണ്ണികൾ അകറ്റിയവർ. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു ശപിച്ച കൂട്ടരാൻ. ഫഅസമ്മഹും, എന്ത് നല്ലതങ്ങ് പറഞ്ഞു കൊടുത്താലും അവരുടെ ചെവിയിലേക്ക് കയറില്ല, അവർ ബധിരരാൻ. അല്ലാഹു അവരെ ബധിരരാക്കിയിരിക്കുന്നു, ഹൈർ അവരുടെ ചെവിയിലേക്ക് പോകില്ല. വഅഅമാ അബ്സാറഹും, അവരുടെ കണ്ണുകളെ 100% അല്ലാഹു അന്ധമാക്കിയിരിക്കുന്നു, അന്ധന്മാരാണ് അവര്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? ബന്ധങ്ങളുടെ പ്രാധാന്യം പറഞ്ഞ ഖുർആൻ അവർ വായിച്ചതുകൊണ്ട് ബന്ധങ്ങളുടെ അറ്റുപോകുന്ന കണ്ണികൾ അവർ വിളക്കി ചേർക്കുന്നില്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ താക്കീത് വായിച്ചതുകൊണ്ട് ഈ കുഴപ്പത്തിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുന്നില്ല. 2-3 നിരക്ക് ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. തവല്ലൈത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതമൂല്യങ്ങളിൽ നിന്ന് തിരിഞ്ഞുപോയാൽ, വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ, അല്ല നിങ്ങൾ ഭരണമേറ്റെടുത്ത് ഭരണകർത്താക്കളായാൽ, നിങ്ങൾക്ക് സ്വാധീനം ലഭിച്ചാൽ എന്നൊക്കെ അതിനർത്ഥം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസം ഇല്ലാതെ യഥാർത്ഥ പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങളൊരു പക്ഷേ കുടുംബബന്ധം മുറിച്ചേക്കാം, നിങ്ങളൊരു പക്ഷേ ഏതു ചെയ്തേക്കാം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയേക്കാം. എങ്കിൽ അവർ അല്ലാഹു ശപിച്ച കൂട്ടരാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഈമാനിൽ നിന്ന് പിന്തിരിയല്ല, ഈമാനിലേക്ക് കടന്നുവാ, എന്നിട്ട് ഭൂമിയിൽ ഖൈറായ കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക, കുടുംബ ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നത് ശ്രദ്ധിക്കുക. എന്താണ് ഈ മനുഷ്യർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതോ അവരുടെ ഹൃദയങ്ങളുടെ മേലില അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ? ഹൃദയങ്ങൾ ഒരിക്കലും തുറക്കില്ലേ? സത്യത്തെ സ്വീകരിക്കില്ലേ? പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, പൂട്ടിട്ട് സംവിധാനിച്ചതാണോ ഇവരുടെ ഹൃദയങ്ങൾ? സത്യം സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇനി എന്റെ കൂട്ടുകാർ ബന്ധത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ ഹദീസും കൂടെ വായിക്കാം. ആരാ ഹദീസ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനല്ലാഹ്, നബി പറഞ്ഞു, ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞു, അനല്ലാഹ് വഅനർ റഹ്മാൻ വശഖഖതു ഖലഖതുർ റഹിമ വശഖഖതു ലഹാ ഇസ്മം മിൻ ഇസ്മി ഫമൻ വസലഹാ വസൽതു വമൻ ഖതഅഹാ ഖതഅതു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. ഒരു സമയത്ത് അല്ലാഹു തആല നേരിട്ട് നബി തങ്ങളോട് പറഞ്ഞത്രേ, ഈ വചനം ഖുർആനിൽ ഉണ്ടാവില്ല. ഇതാണ് ഖുദ്സിയായ ഹദീസ്. എന്താണ് അല്ലാഹു നേരിട്ട് നബി തങ്ങളോട് പറഞ്ഞത്? നബിയേ, അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, വഅനർ റഹ്മാൻ, ഞാൻ കാരുണ്യവാനാണ് നബിയേ, വശഖഖതു വഖലഖതുർ റഹിമ, ഞാൻ കുടുംബബന്ധത്തെ സൃഷ്ടിച്ചു. കുടുംബബന്ധം എന്ന വ്യവസ്ഥ സൃഷ്ടിച്ചത് ഞാനാണ്, അതുണ്ടാക്കിയത് ഞാനാണ്. എന്നിട്ടോ ബന്ധം സൃഷ്ടിച്ചതിന്റെ ശേഷം ഈ കുടുംബ ബന്ധങ്ങൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് വശഖഖതു ലഹാ ഇസ്മം മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്ന് ഒരു കഷ്ണം കെട്ട് മുറിച്ചെടുത്തിട്ട് പകുത്തിട്ടാണ് ഞാൻ കുടുംബബന്ധത്തിന് പേരിട്ടത്. അള്ളാന്റെ പേരെന്താ? റഹ്മാൻ. അനല്ലാഹ് വഅനർ റഹ്മാൻ, ആ റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണ് ഞാൻ റഹീം, കുടുംബബന്ധം എന്ന പേരിട്ടിരിക്കുന്നത്. അല്ലാഹ് പറയാണ്, വശഖഖതു ലഹാ ഇസ്മം മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്ന് നേർ പകുത്തിട്ട ഞാൻ അതിന്റെ ഒരു ഭാഗം കുടുംബബന്ധത്തിനാണ് കൊടുത്തത്. എന്താ? എന്റെ പേരിന്റെ ഹാഫ് ഭാഗം, പകുതി ഭാഗം ആയിക്കോട്ടെ, കാരണം വിഷയത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കുടുംബബന്ധം എന്നതിനുള്ള അറബി പദം ഞാൻ കൊടുത്തത് റഹീം എന്നാണ്. അത് റഹ്മാൻ എന്നതിലെ പദങ്ങളാണ്, 3 പദങ്ങളാണ്, 3 അക്ഷരങ്ങളാണ്. പദങ്ങളല്ല, 3 അക്ഷരങ്ങളാണ്. ഈ അക്ഷരം ഞാൻ എടുത്തത്, ഈ പേര് ഞാൻ എടുത്തത്, എന്റെ പേര് വെട്ടിമുറിച്ചിട്ടാണ് ഞാൻ ഇതിന് കൊടുത്തത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്റെ സ്വന്തം പേര് മുറിച്ചെടുത്ത് ഞാൻ പേരിട്ട് ഞാൻ സൃഷ്ടിച്ച ഈ കുട്ടി, ഏതാണിത്? കുടുംബബന്ധം. ഫമൻ വസലഹാ, ആരാണോ ഈ കുടുംബബന്ധത്തെ ചേർക്കുന്നത്, വസൽതുഹു, അവനെ ഞാൻ ചേർത്തോളാം. വമൻ ഖതഅഹാ, ആരാണോ ഈ കുടുംബബന്ധത്തിന്റെ കണ്ണികൾ അകറ്റിക്കളയുന്നത്, അറുത്തിടുന്നത്, മുറിച്ചിടുന്നത്, ഖതഅതുഹു, അവനെ ഞാനും മുറിച്ചു കളഞ്ഞോളാം. അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞതാ. എന്ത്? കുടുംബബന്ധം പൊട്ടിക്കുന്നവനെ ഞാൻ പൊട്ടിക്കും. ഞാനും അവനുമായിട്ട് ബന്ധം വേണ്ട. കുടുംബബന്ധം ചേർത്താലോ ഞാൻ അവനെ ചേർത്ത് പിടിക്കും.
ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് അന്ന് ഗൗരവം മനസ്സിലാക്കി തരാൻ മാത്രമാണ് ഇന്നത്തെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് ഇതിന്റെ വിഷയങ്ങള് സുന്ദരമായി ചർച്ച ആരംഭിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം ചേർക്കണം. അപ്പോൾ പക്ഷേ ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ചെയ്യാന്നോ? അതല്ല. അതിന് കുടുംബബന്ധം ചേർക്കുക എന്നല്ല പറയാം, അതിന് പ്രത്യുപകാരം ചെയ്യുന്ന ആൾ എന്നാ പറയാം. കുടുംബബന്ധം ചേർക്കുക എന്ന് പറയണമെങ്കിൽ ഇങ്ങോട്ട് കുടുംബം മുറിച്ചാലും അങ്ങോട്ട് പോയി ചേർക്കണം. അതിനാ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞു. ഒരു ഹദീസിൽ കാണാം, ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിനിൽ വാസിലു അല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹാ. അതാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ. എന്താ പറഞ്ഞത്? ലൈസൽ വാസിലു, കുടുംബബന്ധം ചേർക്കുന്നവനല്ല, യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവനല്ല. ബിൽ മുകാഫി, ഇങ്ങോട്ട് ചിരിക്കുമ്പോ അങ്ങോട്ട് ചിരിക്കുന്നവൻ. ഇങ്ങോട്ട് കല്യാണത്തിന് വിളിച്ചാ വരും, അപ്പോ അങ്ങോട്ടും പോകും. ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ അങ്ങോട്ടും പോകൂല. ഇതല്ല. ഇങ്ങോട്ട് ചെയ്തതിനനുസരിച്ച് മാത്രം അതേ തോതിൽ അങ്ങോട്ടും പകരം ചെയ്യുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല. മറിച്ചോ വലാകിനിൽ വാസിലു, പിന്നെയോ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് ഒറിജിനൽ കുടുംബബന്ധം ചേർക്കുന്നവനാരാ? അല്ലദീ, ഒരുത്തനാൻ, ഇദാ ഖതഅത റഹിമഹു, നീ അവന്റെ കുടുംബബന്ധം മുറിച്ചാലും വസലഹു അവസലഹ, അവനത് ചേർക്കും കേട്ടോ. ഇവനാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവൻ. അപ്പൊ ഞാൻ കല്യാണത്തിന് വിളിച്ചപ്പം വന്ന് എന്റെ വീട്ടിലേക്ക് അവൻ വന്നു, അതുകൊണ്ട് അവന്റെ വീട്ടിലേക്കും പോയി. ഇത് മാത്രമല്ല കുടുംബബന്ധം ചേർക്കൽ. ഇതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിളിച്ചെടുത്തവൻ വന്നില്ല, പക്ഷേ അവൻ വിളിച്ചെടുത്ത് ഞാൻ പോയി. ഇതാണ് കുടുംബബന്ധം ചേർക്കുക. ഇതാണ് ബന്ധം ചേർക്കൽ. പകരത്തിനു പകരം ചെയ്യലല്ല കുടുംബബന്ധം ചേർക്കല്. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങോട്ട് മുറിച്ചു പോയാലും അങ്ങോട്ട് ചെല്ലണം. അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഗൗരവം. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇതൊക്കെ അങ്ങ് പോയി. പകരത്തിന് പകരം എന്ന ഒരു ലെവൽ തന്നെയായി. അത് തന്നെ മര്യാദക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയാൽ ആകെ പൊട്ടി. ഈ ഒരവസ്ഥ ഉണ്ടാകരുത്. ഉമർ ഖാദിയുടെ പദ്യം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി. അലിഫുൽ ഖാരിബി ഫി സമാനി ഖദിൻ ഗലബ് ഐനം ഫസാറൽ അഖ്റബൂന അഖാരിബാ. അലിഫുൽ ഖാരിബി, അഖാരിബ് എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബക്കാർ എന്നാണ് അറബി പദത്തിലെ അർത്ഥം. അറബി പദത്തിന്റെ അർത്ഥം അഖാരിബിലെ അലിഫ്. അഖാരിബ് എന്ന അറബി പദത്തിലെ അലിഫ് ഫിസ്സമാനി ഖദിൻ ഖലബ്, ഇന്നത് നേരെ തലതിരിഞ്ഞിരിക്കുന്നു, അത് മറഞ്ഞിരിക്കുന്നു. ഐന, ഐനായി മാറിയിരിക്കുന്നു. ഫസാറൽ അഖ്റബൂന, അതോടുകൂടെ അഖാരിബ് അടുത്ത കുടുംബക്കാരായി. അഖാരിബാ, തേളുകളായി മാറി. അഖാരിബ് എന്നത് അറബിയിൽ അഖാരിബ് എന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം തേളുകൾ എന്നാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇന്ന് അഖാരിബല്ല, ഇന്ന് അഖാരിബാണ്. ഉമർ ഖാദി പാടിയതാണത്. ഇത് വളരെ ശരിയാണ്. കുടുംബബന്ധം എന്ന ഈ അറബി പദത്തിൽ അലിഫ് എന്ന് പോയിട്ട് അയിനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും തേളുകളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താനുള്ള ശ്രമത്തിലാണ്. വിഷപ്പല്ല് കാണിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുമയും ഐക്യവും ഇന്ന് കുടുംബബന്ധങ്ങളിലില്ല. അദ്ദേഹം ഈ പാടിയത് എത്ര ശരിയാ. വാപ്പിയും സുഖല്ല, ഉമ്മിമോനും സുഖല്ല, മരോളും അമ്മായിയും സുഖല്ല. ഇതൊക്കെ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ചാണ് മഹാനവർകൾ ആ പാടിയത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പാടിയത്. കാലഘട്ടത്തെ മനസ്സിലാക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പാടിയ അതേ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കുറെ കവിതകളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ വിഷയം എന്റെ കൂട്ടുകാരെ ഉണർത്തി എന്ന് മാത്രം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ സദസ്സിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനൊന്ന് ദുആ ചെയ്യണമെന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ ആമീൻ പറയിപ്പിച്ചെന്തോ ഒരു കാര്യലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഉടനെ തന്നെ മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അൻഷുദുല്ലാഹ ഖാതിഅ റഹിമിൻ മിൻകും, ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോട് ചോദിക്കട്ടെ, അള്ളാഹുവിനെ മുൻനിർത്തി സദസ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവനാരെങ്കിലും ഉണ്ടോ? മഹാനവർ ആദ്യം ആമുഖമൊന്നും ഇല്ലാതെ അത് ചോദിച്ചത്. കുടുംബബന്ധം മുറിച്ചവൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹനെ വിചാരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ഒരാൾ എന്നിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ട്. അപ്പൊ എന്തോ
കാര്യമായിട്ട് ചോദിച്ചു പോലെ ഉണ്ട്. അള്ളാനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ചോല ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. അപ്പൊ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ കുടുംബബന്ധം മുറിച്ചവനാണ്. അപ്പൊ എന്താ ഇബ്നു മസ്ഊദിന്റെ പ്രതികരണം എന്നറിയോ? ഫഖ്റുജ് അന്ന, എന്നാ പോടാ ഈ സദസ്സിൽ ഇറങ്ങിയിട്ട്. കാരണം ഫഇന്നാ നുരീദു അൻ നദഉ റബ്ബനാ, ഞങ്ങളിപ്പോ അല്ലാഹുവിനെ ഞങ്ങളുടെ രക്ഷിതാവിനോടൊന്ന് ദ്വാരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മജ്ലിസിൽ വെച്ച്. വഇന്ന അബ്വാബസ് സമാവാതി മുഗ്ലഖത്തുൻ ദൂന ഖാതിഇ റഹിം, വഇന്ന അബ്വാബസ് സമാവാത്, ആകാശങ്ങളുടെ കവാടങ്ങൾ, ദുആ അങ്ങോട്ട് ഉയർന്നു പോകില്ല. ആകാശങ്ങളുടെ കവാടങ്ങള് മുഗ്ലഖത്തുൻ, കൊട്ടിയടക്കപ്പെട്ടതാണ്. ദൂന ഖാതിഇ റഹിം, കുടുംബബന്ധം മുറിച്ചവനു നേരെ, കുടുംബബന്ധം മുറിച്ചവനു നേരെ ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. അവന് നേർക്ക് ആകാശങ്ങളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. അവന് വാതിൽ തുറക്കപ്പെടുകയില്ല. ആകാശവാതായനങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അതുകൊണ്ട് റഹ്മത്ത് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ ഒരിക്കലും ഈ സദസ്സിൽ ഇരിക്കരുത്, ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്നിട്ട് പറയുന്നു, ഇന്നലീ ഖറാബതൻ യാ റസൂലല്ലാഹ് അസ്ലുഹും വയഖ്തഊനി, എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട് നബിയേ. അസ്ലുഹും, ഞാൻ അവരെ പരസ്പരം പരമാവധി അടുപ്പിച്ച് പിടിക്കുന്നു, ഞാൻ അവരെ ചേർത്തി പിടിക്കുന്നു. എന്റെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, എന്തേർപ്പാടുണ്ടെങ്കിലും ഞാൻ അവരോട് പറയും. പക്ഷേ വയഖ്തഊനി, ഞാൻ അവരെ ചേർക്കും തോറും അവരെന്നെ മുറിച്ചു കളയുകയാണ്. എത്ര അങ്ങോട്ട് സഹകരിച്ചാലും അവരെന്നെ വെറുപ്പിച്ച് മുറിച്ചു കളയുകയാണ്. അവർക്ക് ഞാൻ വേണ്ട, പക്ഷേ എനിക്ക് അവരില്ല, ഞാൻ പറ്റില്ല. വഉഹ്സിനു ഇലൈഹിം, ഞാൻ അവർക്ക് ഗുണം ചെയ്യുന്നു, ഉപകാരങ്ങൾ ചെയ്യുന്നു. പക്ഷേ വയുസീഊന ഇലയ്യ, അവരെന്നോട് അക്രമം മാത്രമാണ് ചെയ്യുന്നത്. വഅഹ്ലിമു അലൈഹിം, അവരിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചെങ്കിൽ ഞാൻ അവരോട് സഹനം കാണിക്കുന്നു, ഞാൻ അവർക്കത് ക്ഷമിച്ചു കൊടുക്കുന്നു. ഞാൻ അവരോട് സഹനം കാണിക്കുന്നവരാണ്, എനിക്ക് സഹനമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാണ് റസൂലേ? വയജ്ഹലൂന അലയ്യ, എന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു വിവരദോഷം വരുമ്പോഴേക്ക് അവരതൊരു വലിയ വിഷയമായി പർവ്വതീകരിച്ചെടുത്തു. എന്റെ അടുത്തുനിന്ന് ചെറിയ ഒരു കുഴപ്പം സംഭവിക്കുമ്പോഴേക്ക് അതിനവർ പർവ്വതീകരിച്ചു. അവരെന്തു ചെയ്താലും ഞാൻ അവരോട് സഹനം കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ബന്ധത്തെക്കുറിച്ച് നബിയേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കുടുംബബന്ധം ഛേദിക്കുന്നതിനെ കുറിച്ച് അങ്ങ് വളരെ ഗൗരവത്തിലാണല്ലോ താക്കീത് നൽകിയത്. നബിതങ്ങൾ പറഞ്ഞു, ഈ പറയുന്നത് ബഡായി ചിലപ്പോ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ പറഞ്ഞത് ശരിയാണെങ്കിലും ഇൻകുന്ത കമാകുൽത്ത, ഈ പറഞ്ഞതുപോലെയാണ് ആളെങ്കിൽ എന്ന് പറഞ്ഞാൽ, നീ ചേർക്കൂ, അവര് മുറിക്കും, നീ ഗുണം ചെയ്യൂ, അവര് നിന്നെ ആക്രമിക്കും, നീ അവരോട് സഹിക്കും, അവർ നിന്നോട് സഹിക്കില്ല. കോലത്തിലാണോ നിന്റെ അവസ്ഥ? എങ്കിൽ മോനെ നീ ഭാഗ്യവാനാണ്. ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, നീ അവരെ വെണ്ണീര് തീറ്റിക്കുന്നത് പോലെയാണ്, വെണ്ണീര് വായിലിട്ട് തീറ്റിക്കുന്നത് പോലെയാണ്. തിന്നാൻ കഴിയൂല, പ്രയാസം. എന്താണ് നീ അവരെ പ്രയാസപ്പെടുത്ത യഥാർത്ഥത്തിൽ ചെയ്യണത് എന്ന് പറഞ്ഞാൽ? നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് സന്തോഷിക്കാം, പൊട്ടിച്ചിരിക്കാം, പക്ഷെ അവര് കുടുംബം ആഖിറത്തില്. വല്ലാത്ത ഒരു ദുരനുഭവമാണ് നിന്റെ കൂട്ടുകാർക്കുള്ളത്. നീ അത് തുടർന്നോ എന്ന് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലാ യസാലു മഅക ളഹീഉം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ആളുണ്ടാവും. മാ ദുംത അലാ ദാലിക്, നീ ഈ പണി തുടർന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം. നീ അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നോ? അവർ മുറിച്ചോട്ടെ, നീ ചേർത്തോ, അവർ ഗുണം നീ ഗുണം ചെയ്യുമ്പോ അവർ തെറ്റ് ചെയ്യട്ടെ, അതൊന്നും വിഷയാക്കണ്ട, നീ അത് തുടർന്നോ. അള്ളാഹു നിന്നെ സഹായിക്കും മോനെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക സഹായികൾ നിനക്ക് ലഭിക്കും എന്ന് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ഇനി ഒറ്റ കാര്യവും കൂടെ, അതോടുകൂടെ ഇൻഷാ അല്ലാഹ് പ്രസംഗം അവസാനിപ്പിക്കും. സിന. എന്തേ ഇസ്ലാം വ്യഭിചാരത്തെ വിലക്കാനുള്ള കാരണം? ബന്ധങ്ങൾ ഉലയരുതെന്ന് കരുതിയാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു കഥയും പറഞ്ഞു നമുക്കങ്ങ് പിരിയാം. അൽഹംദുലില്ലാഹ്, കഴിയുന്നതുവരെ നിങ്ങൾ ക്ഷമിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്തുള്ള വേദികളൊക്കെ ഇരിക്കും. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ രസകരമായ ചർച്ചയാണ്. ഇന്ന് ഞാനിത് പറഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയ പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി കുടുംബബന്ധം ശിഥിലമാക്കുന്ന ഏറ്റവും വലിയ കാരണം ഒരു വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തെ അല്ലാഹു വിലക്കിയത് കുടുംബബന്ധം പൊട്ടിക്കുന്ന, ബന്ധങ്ങൾ ഉലക്കുന്നതിലെ പ്രധാന കണ്ണിയാണെന്ന് കരുതിയാണ്.
അല്ലാതെ നീചമായ വൃത്തികെട്ട ഒരു ഏർപ്പാടാണെന്ന് കരുതി മാത്രമല്ല, അതാണ്. പക്ഷെ അതോടൊപ്പം ഇവിടെ നല്ല ഒരു ബന്ധം ഉണ്ടാകണം. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വ്യഭിചരിക്കാൻ തുടങ്ങിയാൽ, എല്ലാവരും ഇഷ്ടമുള്ള ഇണകളിലൊക്കെ ഏതായാൽ ഇണകളെയൊക്കെ കയറി പിടിക്കാൻ തുടങ്ങിയാൽ ഈ സുദൃഢമായൊരു ബന്ധം ഇവിടെ നിലനിൽക്കില്ല. വ്യവസ്ഥാപിതമായൊരു ബന്ധം നിലനിൽക്കണമെന്ന് കരുതിയാണ്. എന്നല്ല, എത്ര മാന്യന്മാരിന്റെ കൂട്ടുകാർ ചിന്തിക്കണം, എത്ര ബന്ധങ്ങളാണ് ഇത് ഉലച്ചത്. വ്യഭിചാരം എന്ന ക്രിയ, ഈ പേക്കൂത്ത എത്ര ബന്ധങ്ങളെയാണ് ഉലച്ചത്, എത്ര മാന്യന്മാരുടെയാണ് തൊലിയുരിഞ്ഞത്. കുടുംബത്തിൽ ഒരംഗത്തിലെങ്കിലും ഈ കറുത്ത പുള്ളി വീണിട്ടുണ്ടെങ്കിൽ ആ തറവാട് മുഴുവനും പേരുദോഷം വന്നു. ഇത്രയും നീചമായ വൃത്തികെട്ട ഏർപ്പാടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ കല്യാണം കഴിച്ചതിന്റെ ശേഷം പിന്നീട് വ്യഭിചരിച്ചെങ്കിൽ ഒരു പ്രത്യേക ഗൗരവം. എന്തേ കാരണം? ബന്ധത്തിനുരച്ചിൽ തട്ടി. നേരത്തെ വ്യഭിചരിക്കാൻ പാടില്ല, മോശമാണെന്നതുകൊണ്ട്, വളരെ നീചമാണെന്നതുകൊണ്ട്. അതോടൊപ്പം കല്യാണം കഴിച്ചതിന്റെ ശേഷമാണെങ്കിൽ തന്റെ ഭാര്യയെ വഞ്ചിക്കലാണ്. ആ പെണ്ണ് വേറെ ഒരു ഭർത്താവുണ്ടെങ്കിൽ അവളെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് വ്യഭിചാരമെങ്കിൽ അവന് ഒരിക്കലും 100 അടി കൊണ്ട് മതിയാകൂല, എറിഞ്ഞു കൊല്ലുക എന്നതാണ് ഇസ്ലാമിന്റെ പണിഷ്മെന്റ്. ഇസ്ലാം നടപ്പാക്കുന്ന ശിക്ഷാ നടപടി അതല്ലേ, എറിഞ്ഞു കൊല്ലുക എന്ന തീരുമാനമാണ്. കല്യാണം വിവാഹിതനാണ് വ്യഭിചരിച്ചതെങ്കിൽ, വിവാഹിതനല്ലെങ്കിലോ 100 അടി അടിക്കുകയും നിഷ്കരുണം അവനെ അടിക്കുകയും എന്നിട്ട് അവനെ നാടുകടത്തുകയും എന്നല്ല, ആ അടിക്കുന്നത് തന്നെ ജനമധ്യത്തിലിട്ട് വേണം. എങ്കിലേ അത് അവന്റെ ശരീരം വേദനിക്കുന്നതോടൊപ്പം മനസ്സ് വേദനിക്കൂ. അസ്സാനി അസ്സാനിയതു വസ്സാനി ഫജ്രിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിച്ച ആണും പെണ്ണും അവരെ നിങ്ങൾ 100 അടി അടിക്കണം. വലാ തഅഖുദുകും ബിഹിമാ റഉഫതും ഫീ ദീനില്ലാഹ്. അല്ലാഹുവിന്റെ ഈ മതം നടപ്പിലാക്കുന്നിടത്ത്, അല്ലാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നിടത്ത് നിങ്ങളെ ഒരു ലവലേശം കാരുണ്യം നിങ്ങളെ തൊട്ടുതീണ്ടാൻ പാടില്ല. സ്നേഹവായ്പ നിങ്ങളെ തൊട്ടുതീണ്ടരുത് മുഅ്മിനീങ്ങളെ. നിങ്ങളവനെ ജനമധ്യത്തിലിട്ട് ആക്രമിക്കണം. അത്രയും വൃത്തികെട്ട ഏർപ്പാടായതുകൊണ്ട് അവനെ ജനമധ്യത്തിലിട്ട് കൈകാര്യം ചെയ്യണം. വലാ തഅഖുദുകും, നിങ്ങളെ പിടികൂടരുത് ബിഹിമാ, അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ റഅഫത്തുൻ, നിങ്ങൾക്ക് അവരോട് മനസ്സലിവ് തോന്നരുത്. ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നിടത്ത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ വൽയഷ്ഹദ് അദാബഹുമാ, അവരുടെ പീഡനത്തിന് ദൃക്സാക്ഷികളാവട്ടെ. വൽയഷ്ഹദ് അദാബഹുമാ, അവരെ ശിക്ഷിക്കുന്നിടത്ത് ഹാജരാവട്ടെ. ആര്? ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന് സൂറത്തുൻ നൂറിന്റെ 2-ാം വചനം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. ജനമധ്യത്തിലിട്ടവനെ ശരിയാക്കണം, അടിക്കണം, തല്ലണം അവനെയും അവളെയും. അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് ഒരു ലെവലേഷൻ കാരുണ്യം തോന്നണ്ട, അടിക്കരുതെന്ന് പറയരുത്. അടിക്കുന്നയാൾക്ക് മനസ്സ് ഏത് തോന്നണ്ട, അലിവ് തോന്നണ്ട. കാരണം അത്രയും വൃത്തികെട്ട സംഗതിയാണിത്. കുടുംബബന്ധം പൊട്ടിച്ചു കളയുന്ന ഘടകമാണിത്, പ്രധാന ഖണ്ഡിയാണിത്. വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. അതിന്റെ കടുപ്പം കൊണ്ടാണല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വ്യഭിചാരത്തിന്റെ കടുപ്പം കൊണ്ടാണ്. ചെയ്തവന് 100 അടിയാണെങ്കിൽ ആ വ്യഭിചാരാരോപണം ഉന്നയിച്ചവൻ 80 അടിയാണ്. അതതിന്റെ ഗൗരവം കൊണ്ടാണ്. ചെയ്ത ആൾക്ക് 100 അടി, പക്ഷെ ഒരു സാധു ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞാലോ 80 അടി. പറയണമെന്ന് കരുതിയിരുന്നു, പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞു. ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഭംഗിയായിട്ട് ഓതി പറയണമെന്ന് കരുതിയിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വരുമല്ലോ, അവസരങ്ങൾ വരുന്നുണ്ട്. എവിടെയെങ്കിലും ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അക്കാര്യം ഞാൻ പറയും. അതുകൊണ്ട് സമയം കഴിഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, വ്യഭിചാരം മോശപ്പെട്ട ഒരു ഏർപ്പാടാണെന്ന നിലക്ക് മാത്രമല്ല, ബന്ധമുലക്കുന്നതാണ് എന്ന നിലക്കും കൂടെയാണ് വ്യഭിചാരത്തെ ഹറാമാക്കിയത് എന്ന് എവിടുന്ന് തിരിയും? ഇന്നഹു കാന ഫാഹിശത്തുൻ വസാഅ സബീല എന്ന് ഖുർആൻ പറഞ്ഞു. ഏറ്റവും വൃത്തികെട്ട ഏർപ്പാടാണ്. വസാഅ സബീല, വളരെ മോശമായ ഒരു മാർഗവുമാണ്. വൃത്തികെട്ട ഏർപ്പാടുമാണ്, മോശമായ മാർഗവുമാണ്. ബന്ധങ്ങൾ ഉലക്കും. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വായിക്കുക. വ്യക്തമായ ഒരു ഹദീസ് ഞാൻ കൊണ്ടുവരാം. നബി തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, എന്ത്? ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നതിന്റെ അർത്ഥം അന്യ പെണ്ണുമായി വ്യഭിചരിക്കും പോലെയല്ല, തന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ വ്യഭിചരിച്ചാൽ. എന്തേ കാരണം? ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തു ഇസ്ലാം. എവിടെയോ ദൂരെയുള്ള ഒരു പെണ്ണിനെ വ്യഭിചരിക്കുന്നത് പോലെയല്ല തൊട്ട അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിച്ചാൽ. അങ്ങനെ ഹദീസിലുണ്ടോ അത് കൂടുതൽ ഗൗരവമാണെന്ന്? ഉണ്ട്, കേട്ടോളൂ.
ബിഅശ്രി നിസ്വത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅതി ജാരിഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളുടെ ആ വാക്കിന് നേരെ അർത്ഥവും പറഞ്ഞു തരാം. ലഅൻ യസ്നിയ റജുലു, ഒരു മനുഷ്യൻ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞത് ബിഅശ്രി നിസ്വത്തിൻ, 10 പെണ്ണുങ്ങളെ ഒരാൾ വ്യഭിചരിച്ചാൽ, ഒരാൾ 10 പെണ്ണുങ്ങളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ ഐസറു അലൈഹി, അത് അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. ഏതിനേക്കാൾ നിസ്സാരമാണ്? മിൻ അൻ യസ്നിയ ബിംറഅതി ജാരിഹി, അവന്റെ അയൽവാസിയുടെ ഒരു ഭാര്യയുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ. തന്റെ അയൽവാസിയുടെ ഒരു പെണ്ണ്, തന്റെ അയൽവാസിയുടെ ഭാര്യയാകുന്ന ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിച്ചാൽ അതിനേക്കാൾ നല്ലത് പുറത്തുള്ള 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കലാണെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അയൽക്കാരന്റെ ഭാര്യ ആവരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് പോലെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് പോലല്ല ജ്യേഷ്ഠന്റെ ഭാര്യ. അത് അതിലേറെ കടുപ്പം കൂടി, തൊട്ട് ഇങ്ങനെ ബന്ധം കൂടി വരും തോറും വിഷയം കൂടുതലാണ്, കടുപ്പം കൂടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബന്ധങ്ങൾ ഉലക്കുന്ന പ്രധാന കണ്ണിയാണ് വ്യഭിചാരം എന്നതുകൊണ്ടാണ് അല്ലാഹു വ്യഭിചാരത്തെ തടയാനുണ്ടായ പ്രധാന കാരണം. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഒരു കാരണവശാലും ചെറുപ്പക്കാരെ, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരോട്, ഇന്ന് സമൂഹത്തിൽ ഇതിനൊരു വിഷയമല്ല. 2 കാര്യം ആ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒന്ന് നാക്കും ഒന്ന് ലിംഗവും. ഇത് 2 നിയന്ത്രിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നു. നബിതങ്ങൾ പറഞ്ഞു, 2 എല്ലില്ലാത്ത കഷ്ണത്തല നിങ്ങൾ സൂക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. നബിതങ്ങളുടെ ആ പ്രയോഗമൊക്കെ നോക്കൂ, 2 എല്ലില്ലാത്ത കഷ്ണം. എന്താ അങ്ങനെ പറയാൻ കാരണം? മഹാന്മാരിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, അത് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറഞ്ഞു തന്നതാ. എന്ത്? കാണാൻ ഇവർ രണ്ടാളും പരമസാധുക്കളാ, പക്ഷെ ഷെറ് വളരെ വലുതാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നാക്കിലിങ്ങ ഈ 2 സാധനം കണ്ട അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കണമല്ല എന്ന് ആർക്കും തോന്നൂല. പക്ഷെ സംഗതിയോ വളരെ വലിയ കുഴപ്പം ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് വിധങ്ങൾ എല്ലില്ലാത്ത കഷ്ണം എന്ന് പറഞ്ഞു. ഒന്ന് സംഗതി പരിചയപ്പെടുത്താനാണ്. മനുഷ്യന്റെ ശരീരത്തിൽ അവയവം എല്ലില്ലാത്തത് വേഗം പെട്ടെന്ന് തിരിയും. അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു താല്പര്യവും കൂടെ ഉണ്ടെന്ന് മഹാന്മാർ വിശദീകരിച്ചെടുത്ത് പറയുന്നത് കാണാം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ലിംഗത്തിന്റെ പേരിലാണ് ഇന്ന് എല്ലാ മേഖലയും നാറുന്നത്. മൂക്ക് പൊത്തിയിട്ടേ നമുക്ക് എവിടേക്കും അടുക്കാൻ പറ്റുന്നു. VIP ആണെങ്കിൽ അവിടെ കൊക്കടുപ്പ് പോകണമെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിക്കണം. ഈ വിഷയത്തിൽ നാറാത്തവർ കുറവ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, സാഹചര്യങ്ങൾ കടിമപ്പെടുത്തി ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ റബ്ബേ, അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല. റഹ്മാനായ റബ്ബേ, ഈമാൻ കുറവാൻ. പടച്ചവനെ, ഞങ്ങളെ നീ നിയന്ത്രിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ പിരിയാം. എന്തിന്? അവസാനമായി ഈ സംഭവം പറയുന്നത് ഒന്നും കൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശരിക്കും മനസ്സിൽ തട്ടാൻ വേണ്ടിയാണ്. നമുക്കൊന്നും വ്യഭിചാരത്തിനൊരു പ്രശ്നവുമില്ല, അതൊരു ഗൗരവമായി കാണുന്നുമില്ല ഇന്നത്തെ സമൂഹം. ചായ കുടിക്കും പോലെ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് വർത്തമാന കാലഘട്ടത്തിലുള്ളത്. ആ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇതിന്റെ ശിക്ഷയുടെ ഗൗരവമറിയുന്ന മഹാന്മാരായ മുൻഗാമികൾ, പണ്ഡിതന്മാർ എന്നല്ല, മഹാന്മാരായ മുൻഗാമികൾ അഥവാ സ്വഹാബാ കിറാം, ഒന്ന് നോക്കുന്നത് പോലും വളരെ ഗൗരവത്തിലാ കണ്ടത്. എന്നു മാത്രമല്ല, സൂഫിയാക്കളായ ആളുകൾ അവരൊക്കെ അവരുടെ ലിംഗങ്ങളെ ഒതുക്കുന്നതിൽ വളരെ വലിയ കടുപ്പം തന്നെ കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, പടച്ച റബ്ബിനെ പേടിച്ചു നിയന്ത്രിച്ചോ, അല്ലെങ്കിൽ അപകടമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ ഒരു സ്വഹാബി, പ്രമുഖനായ സ്വഹാബി, ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു. ആ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താ? ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യഭിചരിക്കുകയല്ല ചെയ്തത്, മറിച്ചൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കി എന്നത് നബി പറഞ്ഞല്ലോ. നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, നിന്റെ ചെവിക്ക് വ്യഭിചാരമുണ്ട്. പെണ്ണിന്റെ കിളിനാദം കേൾക്കുന്നത്, രസിച്ച് കേൾക്കുന്നത് നിന്റെ ചെവിയുടെ വ്യഭിചാരമാണ്. ഒരു അന്യ പെണ്ണിനെ നോക്കുന്നത് നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ തൊടുന്നത് നിന്റെ കയ്യിന്റെ വ്യഭിചാരമാണ്.
അവളിലേക്ക് നടന്നു പോകുന്നത് അവളോടൊപ്പം സല്ലപിക്കാൻ, അല്ലെങ്കിൽ അവളോടൊപ്പം ശൃംഗരിക്കാൻ വേണ്ടി നടന്നു പോകുന്നത് അത് നിന്റെ കാലിന്റെ വ്യഭിചാരമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു നീണ്ട ഹദീസുണ്ട്. ആ ഹദീസിൽ പരിചയപ്പെടുത്തിയ കണ്ണിന്റെ ദോഷം അതൊരു വലിയ വ്യഭിചാരമായി കണ്ടു മഹാന്മാർ. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു മദീനയിലേക്കുള്ള വഴിയിലാണ്. മദീനയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഒരു അൻസാരി സുഹൃത്തിന്റെ വീട്ടിന്റെ അടുത്തുകൂടെ നടന്നു പോകുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ആ അൻസാരി സഹോദരന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ചാരി നിൽക്കുന്ന കുളിപ്പുര, ആ കുളിപ്പുരയുടെ ചുമര് വെച്ച് പൂർണ്ണമായിട്ടില്ല. ആ കുളിപ്പുരയിൽ തന്റെ സഹോദരന്റെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനഃപൂർവ്വം നോക്കിയതല്ല, മനുഷ്യ പ്രകൃതമാണല്ലോ. അങ്ങനെ വെറുതെ നടക്കുമ്പോൾ അങ്ങും ഇങ്ങൊന്ന് നോക്കുക എന്നത് അങ്ങനെ നോക്കേണ്ടതില്ല, മനുഷ്യൻ കീപ്പോട്ട് നോക്കിയാൽ മതി. പക്ഷേ ഒന്നങ്ങ് നോക്കിപ്പോയി. നോക്കിയപ്പോൾ കണ്ടത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യ കുളിക്കുന്ന ചിത്രമാണ്. അവരുടെ ചന്തമുള്ള മുഖം കണ്ടപ്പോ ഒരാവർത്തിയും കൂടെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു നോക്കിപ്പോയി. വികാരത്തിലൂട്ടപ്പെട്ടവനല്ലേ മനുഷ്യൻ, സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചു പോയി. വിഷമം കരുതണ്ട. സഅലബ റളിയല്ലാഹു അൻഹു ഒരു പ്രമുഖനായ സഹാബി ഇങ്ങനെ ചെയ്യുക. അവസാനം കേട്ടാൽ നമുക്ക് അദ്ദേഹത്തോട് മതിപ്പേ തോന്നുള്ളൂ. കാരണം നമ്മളൊക്കെ 100 കണക്കിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോ? ബഹുമാനപ്പെട്ട സഅലബയുടെ കുറ്റബോധം. ഇങ്ങനെ രണ്ടാമത് മനുഷ്യൻ വികാരത്തിലൂട്ടപ്പെട്ടവനാണ്. അറിയാതെ ഒന്നും കൂടെ നോക്കിപ്പോയി. ആ നോക്കി ആവർത്തിച്ചു നോക്കിപ്പോയി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു തവണയും കൂടെ നോക്കിപ്പോയി. ഇതാ തെറ്റായത്. ആദ്യത്തത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, അത് മനഃപൂർവ്വം നോക്കിയതല്ല. വെറുതെ നോക്കിയപ്പോ കണ്ടുപോയി. ഉടനെ കണ്ണു വലിച്ചാൽ പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യാ അലി ഇന്നലക നദറതൻ വാഹിദ, അലി നിനക്ക് ഇന്നലകൽ ഊല, നിനക്ക് ഒരു നോട്ടം അനുവദനീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിനക്ക് ഒറ്റ നോട്ടമുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിയാരെ പഠിപ്പിച്ചു. അതുകൊണ്ടാ പറഞ്ഞത് പ്രഥമ നോട്ടത്തിന് തെറ്റില്ല. പക്ഷേ അത് പറയുമ്പോ എന്റെ ചെറുപ്പക്കാർ, ഒരുപാട് ചെറുപ്പക്കാരുള്ള സഹസ ചിലപ്പോ ഞാൻ 2 മണിക്കൂർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞത് ചിലപ്പോൾ മാത്രമായിരിക്കും. അതൊരു വലിയ വിഷമ. 2 മണിക്കൂർ ഇപ്പൊ വയത് പറഞ്ഞിട്ട് ആകെ തിരിഞ്ഞത് അതേക്കാരം. ഒരു നോട്ടം നോക്കാന്ന് അപ്പം തന്നെ മൂലര് പറഞ്ഞത്. അതുകൊണ്ട് ഒരു നോട്ടം കണ്ടെടുക്കാതെ നോക്കന്നെ എന്നുള്ള ആ ഒരു ശൈലി ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് തിരുത്തുകയാണ്. എന്താണ് ആ പറഞ്ഞത് എന്ന് പറയാൻ, അപ്രതീക്ഷിതമായി നോക്കിപ്പോകുന്നത്. ഉദാഹരണമാണ് പറഞ്ഞാൽ തിരിയും. അവിടെ നിന്നാരോ നിങ്ങളെ വിളിച്ചു, ആരാന്നറിയൂല, നിങ്ങൾ നോക്കി അതൊരു അന്യ പെണ്ണാണ്, നിങ്ങൾ തല താഴ്ത്തി. അതിലാരോ നടന്നു പോകുന്നുണ്ട്, ആണോ പെണ്ണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങളൊന്ന് നോക്കി അതൊരു പെണ്ണാണ്, ബോധ്യപ്പെട്ട ഉടനെ പെട്ടെന്ന് തല താഴ്ത്തി. അതിലാരോ നടന്നു പോകുന്നു, ബോഡി ഷേപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ഭാര്യയാണെന്ന് തോന്നി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയാണെന്ന് തോന്നി, നിങ്ങളുടെ പെങ്ങളാണെന്ന് തോന്നി. ഒന്ന് നോക്കി അടുത്തു വന്നപ്പോ അത് നിങ്ങൾ വിചാരിച്ച ആളുകളൊന്നുമല്ല, തല താഴ്ത്തി. ഇതാണ് ഇന്നലക്കൽ ഊല എന്ന് പറഞ്ഞത്. ഒരു നോട്ടം ജായിസാണ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായുള്ള നോട്ടം, അല്ലാതെ ഒരു നോട്ടം നോക്കി പോയത് ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കുന്ന പരിപാടിയല്ല. അതാണ് പറയാൻ കൂട്ടത്തിൽ അത് തിരുത്താൻ കാരണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അങ്ങ് നോക്കിപ്പോയതോടുകൂടെ സഅലബക്കദാ ഉടനെ തന്നെ തന്റെ തലയിൽ കുറ്റബോധം പിടികൂടി. ബഹുമാനപ്പെട്ട സഅലബ ചിന്തിക്കുന്നു, പടച്ചവനെ, ഞാൻ ഈ ചെയ്ത തെറ്റെങ്ങാനും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഹബീബ് എങ്ങാനും അറിയുകയാണെങ്കിൽ എന്തിനു നന്നു പടച്ചവനെ ഞാന് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സഅലബ ഓടുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട സഅലബനെ ഒരുപാട് ആളുകൾ തടഞ്ഞു വെച്ചു. നിൽക്കു സഅലബ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ പിടികൂടാൻ വരുന്ന പിടിമൃഗമില്ല, വന്യജീവിയില്ല നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പിന്നാലെ വാളൂരി വരുന്ന ശത്രുവില്ല. എന്തിനാണ് സഅലബ നിങ്ങൾ ഇക്കോലത്തിലോടുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട സഅലബയുടെ മറുപടി, ഇല്ല ഇല്ല, എന്റെ പിന്നാലെയുള്ള ശത്രുവിനെ നിങ്ങൾ കാണുന്നില്ല, എന്റെ പിന്നാലെ വരുന്ന ശത്രുവിനെ നിങ്ങൾ കാണുന്നില്ല, ഞാനേ അത് കാണുന്നുള്ളൂ. ഇന്നീ ഹാരിബുൻ മിനന്നാർ, ഞാൻ നരകത്തെ പേടിച്ചാണ് ഓടുന്നത്. നിങ്ങളറിയോ, എന്നെ പിടിക്കാൻ വരുന്നത് നരകമാണ്, അത് പേടിച്ചാണ് ഞാൻ ഓടുന്നത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ഓടുകയാണ്. ഓടി 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 തന്നെ തടഞ്ഞു വെച്ചവരെയൊക്കെ തട്ടിമാറ്റി ബഹുമാനപ്പെട്ടവർ ഒരു മലയുടെ മുകളിൽ പോയി അഭയം പ്രാപിച്ചു. ഓടി ഒളിച്ചതാണ് ഒരു മലയുടെ ശിഖരത്തില്.
എന്നിട്ട് അവിടെ ചെന്ന് പടച്ചറബിനോട് 2 കൈയും മലർത്തി പൊട്ടി പൊട്ടി കരഞ്ഞു, പടച്ചവനെ ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണം. ചെറുപ്പക്കാരാ, പ്രത്യേകിച്ച് യുവാക്കളെ ചിന്തിച്ചോളൂ. ജീവിതത്തിൽ 100 തവണ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ അന്യ സ്ത്രീകളെ നോക്കുന്നില്ലേ? ഒരു മനസാക്ഷിക്ക് നമുക്ക് ഇന്നുവരെ തോന്നിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സഅലബയുടെ അസ്വസ്ഥതകൾ നോക്ക് ചെറുപ്പക്കാരാ. അങ്ങനെ സഅലബ ദിവസങ്ങളോളം ആ മലമുകളിൽ തന്നെ കഴിച്ചുകൂട്ടി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ശ്രദ്ധിച്ചത്, തന്റെ ആ ഭാഗത്ത് വലതുഭാഗത്ത് കാണുന്ന സഅലബനെ കാണുന്നില്ല. റസൂലുള്ളാഹി ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഅലബയെ കാണുന്നില്ലല്ലോ, എവിടെ പോയ എന്റെ സഅലബ, എവിടെ പോയ എന്റെ സഅലബ നിങ്ങളറിയോ എന്ന് ചോദിച്ചപ്പോ അതാ വരുന്നു നസലൽ അമീനു മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പരിഹാരവുമായി വരുന്നു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അലാ ഇന്ന അഹദം മിൻ സഹാബതിക യഖ്തബിഉ ഫീ ജബലി കദാ വകദാ. നബിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ ഇന്നാലിന്ന മലയുടെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് നബിയേ. അയാൾ ചെയ്ത തെറ്റിതാണ്, അയാളുടെ ഭയമിതാണ്, അയാളുടെ വെപ്രാളം ഇതാണ്. നിങ്ങൾ അയാളെ വിളിച്ച് സമാധാനിപ്പിക്കണം, ആശ്വാസത്തിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ തന്നെ ആളെ വിളിച്ചു നബി തങ്ങള്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സഅലബണ്ട് ഇന്നാലിന്റെ മലയുടെ മുകളിലിരിക്കുന്ന പ്രശ്നം എന്തൊക്കെയാ? ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയപ്പോഴേക്ക് പേടിച്ച് ഭയന്നു പോയതാ. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവാ, പിടിച്ചുകൊണ്ടുവാ, അദ്ദേഹത്തെ ഞാനൊന്ന് സമാധാനിപ്പിക്കട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പം ഇവർ രണ്ടുപേരും പോയി ഈ മലയും ലക്ഷ്യമാക്കി നബി പറഞ്ഞ മലയിലേക്ക് നീങ്ങി. ആ മലയുടെ താഴ്ഭാഗത്തെത്തുമ്പോ അവിടെയൊക്കെ ഇങ്ങനെ പരതുന്നു ബഹുമാനപ്പെട്ടവര് രണ്ടുപേരും. ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും കുറ്റിക്കാടുകളിലുണ്ടോ എന്ന് മലയുടെ താഴ്ഭാഗത്തെത്തിയപ്പം പരതി നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഇവർ രണ്ടുപേരും പരതുമ്പോ അവർക്ക് രണ്ടുപേർക്കും കാണാൻ കഴിഞ്ഞത് അതിന്റെ തൊട്ടടുത്തതാ ആടുമേക്കുന്ന ഒരു സഹോദരൻ. ആ ആട്ടിടയൻ ഇവരോട് ചോദിക്കുന്നു, മാതാത്തൽ തമിസാൻ, നിങ്ങൾ എന്താണ് ഈ അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ തെരയുന്നത്? ഇവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ തെരയുകയാണ്. ഞങ്ങളെ നേതാവ് പറഞ്ഞു ഇവിടെ എവിടെയോ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. ഉടനെ തന്നെ ആ മനുഷ്യൻ ചോദിച്ചു, അത്തുലുബാനി ഹാരിബം മിനന്നാർ, അതെ, നരകത്ത് നോടിപ്പോയ മനുഷ്യരാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ചോദിച്ചപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ സുഹൃത്തെ, പക്ഷേ നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അയാൾ നരകത്തെ തൊട്ട് ഓടിപ്പോയതാ, നിങ്ങൾക്ക് എങ്ങനെ പിടുത്തം കിട്ടിയോ പറയണം. ഞങ്ങൾക്ക് ഞങ്ങളെ ഹബീബ് പറഞ്ഞു എന്ന് വെക്കാം. അയാൾ നരകത്തെ തൊട്ട് ഓടിപ്പോയതാ, നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി പറയണം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞത്രേ, അദ്ദേഹം ഈ മലയുടെ മുകളിലുണ്ട്, എന്റെ വീട് ഈ മലയുടെ താഴ്ഭാഗത്ത് പതിയിൽ കിടക്കുന്ന ഈ വീടാ. വീട് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഈ വീട്ടിൽ അന്തിയുറങ്ങുമ്പോ വന്നാസുനിയാം, ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ ഇറങ്ങി വരും. എനിക്ക് ഉറക്കില്ലാത്തത് കൊണ്ട് ഞാൻ എന്നും രാത്രി ഇത് കേൾക്കുന്നു. നട്ടപ്പാതിര സമയത്ത് അയാൾ ഇറങ്ങി വരും, ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പോ. എന്നിട്ട് അയാൾ നേരെ മലയിലേക്ക് ഓടിക്കയറും. ആ ചെക്കുന്ന് അങ്ങനെ തന്നെ ഇങ്ങിറങ്ങി വരും, വീണ്ടും ഓടും. ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, യാ റബ്ബി യാ റബ്ബി യഗ്ഫിർ ലീ ഫഇന്നീ ഹാരിബും മിനന്നാർ. പടച്ചോനെ, ഈ സാധുവിനോട് പൊറുക്കണേ അല്ലാ, ഞാൻ നരകത്തോട്ട് ഓടുന്ന ഒരു സാധുവാണ് കേട്ടോ എന്നെപ്പോഴും വിളിച്ചു പറയാറുണ്ട്. ഈ മനുഷ്യനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇവര് പറഞ്ഞു, അത് തന്നെയാണ്. ഞാൻ അന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു സാധു ഇവിടെ ജീവിക്കുന്നുണ്ട്, ആളത് തന്നെയാ. അങ്ങനെ ഇദ്ദേഹത്തെയും കൂട്ടിപ്പോയി മലയുടെ മുകളിലേക്ക് കയറി. ഈ 3 പേര് പിന്നാലെ ചെല്ലുന്ന ഒച്ചയൊന്നും സഅലബയെ ഇളക്കിയില്ല.
സാലബ ഒരേ ഒരു കേന്ദ്രബിന്ദുവിലേക്ക് തിരിക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സ് മുഴുവൻ ഖിബ്ലക്ക് മുന്നിട്ട് സാലബ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ചെല്ലുമ്പോൾ സാലബ റളിയല്ലാഹുവിന്റെ പിന്നാലെ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു വലത്തെ ചുമരിൽ പിടിച്ച് ഞെളക്കി കുലുക്കിയിട്ട് പറഞ്ഞു, ഖും യാ സാലബ, ഖും യാ സാലബ, എഴുന്നേൽക്ക് സാലബ. സുബ്ഹാനല്ലാഹ്, സാലബ ഏതോ ലോകത്താണ്. സാലബ എഴുന്നേറ്റ എന്നിട്ട് ചോദിച്ചു, മൻ അൻത വമൻ അഖദനി, ആരാണോടോ നീ, ആരാണ് എന്നെ ഒന്ന് പിടിച്ച് ശല്യപ്പെടുത്തിയത്? ഞാൻ എന്റെ റബ്ബിനോട് എന്റെ സങ്കടം ബോധിപ്പിക്കുമ്പോൾ ആരാണിതിൽ വന്ന എന്റെ ഇടയില്, റബ്ബിന്റെ ഇടയില് ഈ ബന്ധം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ആരാ നീ എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുന്ന സമയത്തു ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹുവിനെ തട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ലാ തഖഫ് വലാ തഹ്സൻ, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട സാലബ, അതാ അഹൂക ഉമർ, ഇത് നിന്റെ കൂട്ടുകാരൻ ഉമറാണ്, അറിയൂലേ? ഇത് നിന്റെ കൂട്ടുകാരൻ ഉമറാണ്, കഥ അറിയൂലേ? അയാൾ കണ്ണൊക്കെ ഒന്ന് തുടച്ചു നോക്കി, പക്ഷെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഉമർ ഇവിടെ എത്തി? വിറച്ചു സാലബക്ക്. സാലബയുടെ രൂപം മാറി, സ്വഭാവം മാറി, പ്രതികരണ സ്വഭാവം മാറി. ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം കേട്ടോ നിങ്ങള്? സാലബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ, ഞാൻ ചെയ്ത മഹാപാപത്തിന്റെ ഗൗരവം, ഞാൻ ചെയ്ത മഹാപാപത്തിന്റെ രഹസ്യ സ്വഭാവം പൊളിഞ്ഞു. അതറിഞ്ഞിട്ട് എന്റെ ഹബീബ് എന്നെ പിടിക്കാൻ വേണ്ടി വിട്ടതല്ലേ? എന്റെ ദേഹത്തിന് ദേഹിയുള്ള കാലത്തോളം, റൂഹുള്ള കാലത്തോളം ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ വരില്ല. എന്റെ റൂഹ് ശരീരത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല. എനിക്ക് നബി തങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ വന്നത് നിന്നെ കൂട്ടാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രയോഗത്തിന്റെ ശൈലി സാലബക്ക് മനസ്സിലായി. ഉമർ എന്ന് പറഞ്ഞാൽ മക്കയിൽ ഓരോ മണൽത്തരിയും പറക്കും. അപ്പൊ പറഞ്ഞു, ഉമറെ, സംഗതി ശരിയാണ്, ഈ പോക്കിരിയാണ്, എന്നെ വേണമെങ്കിൽ എടുത്തുകൊണ്ടാ നിനക്ക് കഴിയും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഉമറെ, എന്റെ പ്രശ്നം പറയട്ടെ, എനിക്ക് പേടിയായിട്ടോ ഉമറെ. റസൂലുള്ളാഹി എന്നെ വിളിക്കുന്നത് എനിക്ക് ബിരിയാണി തരാനല്ല, എനിക്ക് വിളമ്പി തരാനല്ല, എന്നെ സൽക്കരിക്കാനല്ല സാലബ, അല്ല ഉമറെ വിളിക്കുന്നത് എന്നെ ചോദ്യം ചെയ്യാനാണ്. എന്നെ കണ്ട മാത്രമേ റസൂലുള്ളാഹി ചോദിക്കും, ലിമ ഫഅൽത ദാക യാ സാലബ, എന്തിനാ സാലബ നീ ആ വൃത്തികേട് ചെയ്തത്? അത് ചോദിക്കാനാ എന്നെ കൊണ്ടുപോണ്, സൽക്കരിക്കാനല്ല. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് പറയരുത്. സാലബ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നെ കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുപോകും. ഇപ്പൊ പറഞ്ഞു, എന്നാ ഞാൻ നിന്നോട് മസിൽ പിടിക്കുന്നില്ല, വരാം. പക്ഷെ ഒരു കാര്യം, ഒരു എഗ്രിമെന്റ് എനിക്കും നീ അനുവദിക്കണം. അതെന്താ? ഒരു ഡിമാൻഡ്, എന്റെ വക ഒരു ഡിമാൻഡ്, ഒരു ഷർത്ത് ഞാൻ വെക്കട്ടെ. അതെന്താ? റസൂലുള്ളാഹി നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചിട്ട് പോകാം, അതുവരെ പോകരുത്. എന്നാല് ഉമറെ, നിസ്കാരം കഴിയുള്ളൂ, എനിക്ക് സമാധാനം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ മതിയല്ലോ. പതുക്കെ പോകാം, ഉച്ചക്ക് നിസ്കരിക്കാനാവുമ്പോഴേക്കാണ്ട് പോകാം. എന്നാ നിസ്കാരം കഴിയോളൂ, എനിക്ക് ചിന്തിക്കാലോ, എന്ത് ചെയ്യാ, എനിക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ, ഞാൻ മറുപടി പറയാൻ ഉടനെ തന്നെ മറുപടി പറയണ്ടല്ലോ, കുറച്ചും കൂടെ സമയം കിട്ടുമല്ലോ, ആവട്ടെ എന്ന് പറഞ്ഞു. അത് ഒരു ന്യായമായ ആവശ്യം വകവെച്ച് തരാമെന്ന്. അങ്ങനെ പതുക്കെ പതുക്കെ വരെ നടന്ന് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങളുടെ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നബി തങ്ങൾ നിസ്കാരത്തിലാണ്. ഇവർ വുളൂ ചെയ്ത ഉമറും സൽമാനും പോയി നിസ്കാരത്തിൽ കൂടി. കൂടിയതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സാലബ വുളൂക്ക് എടുത്ത് പള്ളിയിലേക്ക്, ചുറ്റുപള്ളിയിലേക്കാണ് കടന്നപ്പോ സാലബ റളിയല്ലാഹു അൻഹു കേൾക്കുന്നു റസൂലുള്ളാഹിയുടെ ഇന്തിഖാലാത്തിന്റെ തക്ബീറുകൾ, പോക്ക് വരവുകളുടെ തക്ബീറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമിഅല്ലാഹു ലിമൻ ഹമിദാ, അല്ലാഹു അക്ബർ. ഇങ്ങനെയുള്ള ഈ ശബ്ദം കേട്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, പഠിച്ചവനെ, ഞാനാ കേൾക്കുന്നത് എന്റെ ഹബീബിന്റെ ഇന്തിഖാലാത്തിന്റെ തക്ബീറുകൾ, റുകൂഇലേക്ക് പോകുന്ന, അതിൽ നിന്നുയരുന്ന സുജൂദിലേക്ക് പോകുന്ന ശബ്ദങ്ങൾ. പഠിച്ചവനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന എന്റെ ഹബീബ് സലാം അങ്ങ് വീട്ടിക്കഴിഞ്ഞാൽ ആ ഹബീബിന്റെ നാക്കിലൂടെ ആദ്യം വരാനുള്ള കലിമത്ത് എന്താ? ലിമ ഫഅൽത ദാക യാ സഅലബ, എന്തിനാ സഅലബ നീ ആ തോന്നിവാസം ചെയ്തതെന്നല്ലേ? പഠിച്ചവനെ, ഞാൻ എന്ത് മറുപടി പറയുമെന്ന് ചിന്തിച്ചപ്പോഴേക്ക് സഅലബയദാ തലകറങ്ങിയെന്ന് വീണു. ഖദ് ഖറബ ഖശിയൻ അലൈ, ബഹുമാനപ്പെട്ടവർ ആ സ്പോട്ടിലങ്ങ് തലകറങ്ങി വീണു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവര് റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ചോദിക്കുന്നു, ഐന സഅലബതു യാ ഉമർ, ഉമറേ
കൂട്ടുകാരൻ സഅലബ എവിടെ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹു ഖദ് ഖറ മഗ്ശിയൻ അലൈഹി. നബിയെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, അദ്ദേഹം ബോധം കെട്ട് വീണതാണെന്നാ തോന്നുന്നത്. ഹബീബ് ഓടി വന്ന സഅലബയുടെ നെഞ്ചത്ത് കൈവച്ചു നോക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, വഹുവ യതഹറകു വയതനഫസ്. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ കൂട്ടുകാരൻ മരിച്ചിട്ടില്ല, ഖൽബിന് മിടിപ്പുണ്ട്, എന്റെ കൂട്ടുകാരനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ തട്ടി ഉണർത്തി, സഅലബ സഅലബ സഅലബ. അപ്പൊ നബി തങ്ങളാ വിളിക്കുന്നത്. ബോധം കെട്ടയാളെ നബി തങ്ങളുടെ പേരമക്കളിൽ ഒരാൾ മന്ത്രിച്ചൂതിയാൽ തന്നെ സുഖപ്പെടും. നബി തങ്ങൾ വിളിക്കുമ്പോൾ ഒരു ഉറപ്പല്ലേ? നബി തങ്ങൾ വിളിച്ചപ്പോൾ ഉണർന്നു, ബോധം തെളിയാൻ. നബി തങ്ങൾ വിളിച്ചു, ഉണർന്നു. പക്ഷെ ഉണരുമ്പം ബഹുമാനപ്പെട്ടവർ ഉരുണ്ട് പിന്നോട്ട്. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നബി തങ്ങൾ, ഇദ്ദേഹമാണെങ്കിലോ ഉരുണ്ട് പോകുന്നു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങളെ താങ്ങാൻ സഅലബക്ക് കഴിയുന്നില്ലട്ടോ നബിയെ, നിങ്ങളെ സഹിക്കാൻ സഅലബനോടാവുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ സഅലബനെ എടുത്ത് മാറ്റിക്കോട്ടെ, നിങ്ങളെ കാണാൻ പറ്റാത്ത എന്തോ വിഷയമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ മാറ്റിക്കോ. മാറ്റി. 2 ദിവസം കൊണ്ട് രോഗം മുറിച്ച് ചുമ്മാ ഇരിക്കാൻ കിടക്കാണ് സഅലബ. കയ്യും കാലും ഒന്നും അനങ്ങുന്നില്ല. നബി തങ്ങൾ വിവരറിഞ്ഞിട്ടില്ല. അങ്ങേയറ്റം പിടുത്തം വിടുന്നു കണ്ടപ്പോ സീരിയസ് ആയപ്പോൾ നബി തങ്ങൾക്ക് വിവരറിയിച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? നബി തങ്ങൾ ഓടിപ്പോകുന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അകമ്പടിയോടെ റസൂലുള്ളാഹി തങ്ങൾ സഅലബയുടെ ചെറ്റക്കുടിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ സഅലബയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്ന് സഅലബ നേരെ കിടക്കുന്നു, ഒരനക്കൂല. സഅലബ ബുദ്ധിക്ക് മാത്രം ഒന്നും പറ്റിയിട്ടില്ല, സംസാരിക്കാനും കഴിയുന്നുണ്ട് ഒപ്പിച്ചു. ആ സഅലബന്റെ കയ്യും കാലും ഒക്കെ ചലനമറ്റ് കിടക്കുകയാണ്. നബി തങ്ങൾ അവിടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. നബി തങ്ങൾ ആ തലയെടുത്ത്, ബഹുമാനപ്പെട്ട സഅലബയുടെ തലയെടുത്ത് റസൂലുള്ളാഹി തങ്ങള് തന്റെ ബഹുമാനപ്പെട്ട ഷറഫാക്കപ്പെട്ട തൊടയിലേക്ക് വെച്ചു. നബി ഇരുന്നിട്ട് മടിക്ക് എടുത്തു വെച്ചു. സഅലബനെ എന്നർത്ഥം. തലന്റെ അടുത്ത് ഇരുന്നിട്ട് അത് മടിക്ക് വെച്ചു. വെച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടും നനച്ചിട്ടില്ല. ആ കൂടി നിൽക്കുന്ന ഒരൊറ്റ സഹാബത്തും ചിന്തിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. ബഹുമാനപ്പെട്ട സഅലബ പെട്ടെന്നതാ തന്റെ തലയെടുത്തൊരൊറ്റയേറാൻ. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി അങ്ങ് കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ലിമ അസൽത റഅസക യാ സഅലബ, എന്താ സഅലബ പാവം മുഹമ്മദ് നിന്നോട് ചെയ്തതാ? തുറന്നു പറയണം. നിനക്കെന്നെ കണ്ടുകൂടല്ലോ, എന്നെ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്തു പറ്റി സഅലബ? ഞാൻ എന്താ നിന്നോട് ചെയ്തത്? ഇത്ര വലിയ തെറ്റെന്താ? സഅലബ തുറന്നു പറയണം. നിന്റെ തല എന്തിനു നീ എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തെറിഞ്ഞ? എന്റെ മടിയിൽ നിന്ന് നിന്റെ തല എന്തിനാണ് ഇങ്ങനെ നീട്ടിയെറിഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് സഅലബ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, നബിയെ ക്ഷമിക്കണം, നബിയെ അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയെ മാപ്പാക്കണം, തെറ്റുധരിക്കരുത് നബിയെ, അങ്ങയുടെ അടുത്തല്ല കുഴപ്പം, അങ്ങ എന്നോടൊന്നും ചെയ്തിട്ടില്ല, തെറ്റായ തെറ്റൊക്കെ ചെയ്തത്, അരുതാത്തത് ചെയ്തത് പാവം സഅലബയാണ് നബിയെ. നബിയെ റഅസീ മംലൂഉൻ മിനദ്ദുനൂബ്, എന്റെ തല ദോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നബിയെ. ആ തൊടയുടെ ശറഫ് എനിക്കറിയാം. അങ്ങയുടെ പുന്നാര തൊടയിലേറ്റി വെക്കാൻ പറ്റിയ തലയല്ല ഇത് ദോഷം കൊണ്ട് നിറഞ്ഞ തലയാണ് നബിയെ, പാപം കൊണ്ട് നിറഞ്ഞ തലയാണ് നബിയെ. ഇത് അങ്ങയുടെ തലയില്, അങ്ങയുടെ ബോഡിയിൽ കയറ്റി വെക്കാൻ ഈ തല പറ്റില്ല യാ ഹബീബല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെറിഞ്ഞത്. അപ്പോഴാണ് നബി തങ്ങൾക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായത്. ചെറുപ്പക്കാരൊക്കെ ഒന്ന് ചിന്തിക്കും. ദിവസം 100 കണക്കിന് നോക്കി തള്ളിവിടുന്ന ഒരു കേസാണ്. ജീവിതത്തിൽ ഒരൊറ്റ വട്ടം ഒരു പെണ്ണിന്റെ മുഖം കണ്ടതിന് ബഹുമാനപ്പെട്ട സഅലബയുടെ അസ്വസ്ഥത. നബി തങ്ങൾ പറഞ്ഞു, സഅലബ അതിങ്ങനെ അസ്വസ്ഥാകല്ല, പരിഹാരമുണ്ട്, നീ ഏതായാലും മരിക്കാൻ കിടക്കുകയാണ്, പറ്റ പിടുത്തം വിട്ട അവസ്ഥയാണ്. സഅലബ നിന്റെ അവസാനത്തെ മോഹം എന്നറിയിക്കാമോ? എല്ലും തൊലിയായ ഈ ദേഹം ഇനി രണ്ടാമത് പുഷ്ടിച്ചു വരണോ? അല്ല നിനക്കൊന്നും കൂടെ റാഹത്തും സന്തോഷവും കുടുംബവും ഒക്കെ റാഹത്തായി വരണോ? എന്താ നിനക്ക് വേണ്ടത്? മുന്തിരിത്തോട്ടം വേണോ, കാരക്കത്തോട്ടം വേണോ, എന്തും ചോദിച്ചോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ നിന്റെ അവസാനത്തെ മോഹം ഒന്ന് പറയണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഅലബ കൈമലർത്തിയിട്ട് പറഞ്ഞത്, നബിയേ അങ്ങനെ ഒരു അനുവാദം നിങ്ങൾ എനിക്ക് തരുമെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നബിയേ മഗ്ഫിറതു റബ്ബി, ഞാൻ ചെയ്ത ഈ മഹാപാപം എന്റെ റബ്ബിനോട് പൊറുക്കണം, അതിന് നിങ്ങൾ സഹായിക്കണം നബിയേ. അല്ലാഹു തആല നബി തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, കണ്ടോ നിങ്ങൾ, അത് എന്നോട് ചോദിക്കണ്ട, പോയിക്കോ അവിടുന്ന് നല്ല നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങളോടാ പറഞ്ഞു, എന്റെ റബ്ബന്റെ പാപം പുറത്തു തരണം, അത് നിങ്ങൾ സാധിപ്പിച്ചു തരണം.
നബി തങ്ങൾ പറഞ്ഞു, പറ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെ തന്നെയാ ഷെയ്ഖുമാരോട് പറയുമ്പോൾ ദിക്ർ പറഞ്ഞു കൊടുക്കും, അത് ചൊല്ലും, ചെല്ലാൻ പറഞ്ഞു. ആ ആയത്ത് ദിക്റായി ചൊല്ലാൻ പറഞ്ഞു, ദിക്ർ ചൊല്ലി. അത് ചൊല്ലിയാണ് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ സഅലബ. സഅലബ, അല്ലാഹുവിന്റെ ദോഷം പൊറുത്തു തന്നിരിക്കുന്നു. സഅലബ എന്ന് കൃത്യമായി പുഞ്ചിരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്ന് ബഹുമാനപ്പെട്ട സഅലബ എന്ന അന്ത്യശ്വാസം വലിച്ചു. അല്ലാഹു മഹാനവറുകളോടൊപ്പം നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരുപാട് സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ നമുക്ക് നാളെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ്. സംഭവങ്ങളും ഹദീസുകളും ആയത്തുകളും ഒക്കെ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം.